ഡിയർ ഫ്രണ്ട്സ്, ഐ ആം എം എ റഷീദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. എന്താണ് കൃതജ്ഞത? ഈ കൃതജ്ഞത എന്ന് പറയുന്നത്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തെ ഒരുപാട് നല്ല ഗുണപരമായ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഗുണമാണ്, വികാരമാണ്. നമ്മൾ ആദ്യമായിട്ട് പ്രപഞ്ചത്തോട് തന്നെ നന്ദി പറയണം, ദൈവത്തോട് നന്ദി പറയണം. നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള ശുദ്ധമായി തന്നു, നമുക്കിവിടെ വളരെ മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ ദൈവത്തിന് നമ്മൾ എപ്പോഴും നന്ദി പറയണം. നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ജീവനോടെ നമുക്ക് എഴുന്നേക്കാൻ പറ്റിയല്ലോ, അതിന് നമ്മൾ നന്ദി പറയണം. അതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപാഠികൾ, ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സഹായം ഗുണമൊക്കെ ലഭിക്കുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ സമയാസമയം നന്ദി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കുണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, ഈ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെയധികം മാനസികമായി സന്തോഷം ഉണ്ടാവും. ഒരു പോസിറ്റീവ് ലൈറ്റ് മനസ്സിലുണ്ടാവും. ആരോടും നല്ല മനോഹരമായി ചിരിക്കാനും പെരുമാറാനുള്ള കഴിവുണ്ടായിരിക്കും. എങ്ങനെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഡെയിലി ലൈഫിൽ, നമ്മുടെ ലൈഫിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അതിന് നമുക്കൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പറ്റും. നമ്മളൊരു പേപ്പർ എടുത്തിട്ട്, ഒരു പുസ്തകം നോട്ടീസ് ആയിക്കോട്ടെ, ഒരു പേജ് ഇന്നത്തെ ഇന്ന് എനിക്ക് എന്തൊക്കെ ആരുടെ അടുത്ത് നിന്ന് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചു, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റി, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ആരോട് നന്ദി പറയണം? ദൈവത്തോട് നന്ദി പറയണം, നമ്മുടെ സുഹൃത്തുക്കളോട് നന്ദി പറയണം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തോട് നന്ദി പറയണം. ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മളെ മനസ്സ് നിറയുകയാണ്. ഇങ്ങനെയുള്ള നമ്മൾ സിംപ്ലി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിക്കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരോടും, നമ്മളെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനും അതുപോലെ എല്ലാത്തിനും വളരെ അനുഭവമുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുക, നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു വെയിറ്റർ നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. അതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമ്മൾ താങ്ക്സ് ഫോർ യുവർ ഗുഡ് സർവീസ്. അതുപോലെ നമ്മളൊരു ഫാക്ടറിയിലേക്ക് കടന്നു വരിക, നമ്മുടെ ഉദ്യോഗസ്ഥനാണ് വിചാരിക്കുക, അടുത്തൊരു വാച്ച്മാൻ നമുക്ക് ഡോർ തുറന്നിരുന്നു, അദ്ദേഹത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അങ്ങനെ അത്തരത്തിൽ നമ്മളെ ലൈഫിലെ എല്ലാ മേഖലയിലും നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നമുക്ക് സാധിക്കട്ടെ. സിംപ്ലി ടേക്ക് എ മൊമെന്റ്, അപ്രീസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള നന്ദി കടപ്പാടുള്ള ആളുകളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.